ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. ശബരിമല ശ്രീകോവിലിന് മുൻപിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസം പൂജകൾക്കായി നട തുറന്നതിന് ശേഷമാണ് രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലായി 14 സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം സന്നിഹിതരായിരുന്നു. ആദ്യം വലതുവശത്തെ ശില്പത്തിലെ പാളികളാണ് ഉറപ്പിച്ചത്. ഇതിനുശേഷം ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിലും സ്വർണ്ണപ്പാളികൾ ഘടിപ്പിച്ചു. സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികളാണ് പുനഃസ്ഥാപിച്ചത്. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചത്. സാധാരണ മാസപൂജയ്ക്കായി വൈകിട്ട് 5-നാണ് നട തുറക്കുന്നതെങ്കിലും ശില്പത്തിന്റെ ജോലികൾ ചെയ്യേണ്ടതിനാൽ ഇക്കുറി നേരത്തെ തുറക്കുകയായിരുന്നു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിച്ചു. തുടർന്നാണ് സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിച്ചത്. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു. 71 ദിവസത്തിന് ശേഷമാണ് ടോൾ പിരിവ് തുടങ്ങിയത്. വൈകിട്ട് 5:15ഓടെയാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ടോൾ പിരിക്കുവാൻ അനുമതി നൽകിയത്. പഴയ നിരക്കിൽ തന്നെയാകണം യാത്രക്കാരിൽ നിന്നും ടോൾ തുക ഈടാക്കേണ്ടത്. ഓഗസ്റ്റ് 6-നാണ് ടോൾ വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയത്. പ്രത്യേക സാഹചര്യത്തിൽ ടോൾ ബൂത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത്. പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. ചിലയിടങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചെങ്കിലും ദേശീയപാത അതോറിറ്റിയെ കൂടി പരിഗണിച്ചാണ് ടോൾ വിലക്ക് നിൽക്കുവാനുള്ള ഹൈക്കോടതി തീരുമാനം. ജനപക്ഷത്തു കൂടി നിന്നുള്ള തീരുമാനമായതിനാൽ പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി തീരുമാനത്തെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. വട ചെന്നൈ യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന വെട്രിമാരൻ സിംബു ചിത്രം അരസന്റെ വീഡിയോ പുറത്ത്. വിടുതലൈ 2-ന് ശേഷം വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിലംബരസൻ ചിത്രം അരസന്റെ പ്രൊമോ വീഡിയോ റിലീസ് ചെയ്തു. വെട്രിമാരന്റെ തന്നെ സൂപ്പർഹിറ്റ് ചിത്രം വട ചെന്നൈയുടെ തന്നെ യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ചിത്രമായ അരസനിൽ വടചെന്നൈയിൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ചില കഥാപാത്രങ്ങളും പ്രത്യക്ഷപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ. വടചെന്നൈയിൽ നായകവേഷം ചെയ്ത ധനുഷിന്റെ അൻപ് എന്ന കഥാപാത്രം അരസനിൽ എത്തുമോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇരുവരുടെയും കരിയർ ആരംഭിച്ചതു മുതൽ പരസ്പര വൈരികളായി ആരാധകരാൽ കരുത്തപ്പെട്ട ധനുഷും സിംബുവും ആദ്യമായി ഒന്നിക്കുവാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലാണ് തമിഴ് സിനിമാ പ്രേക്ഷകർ. ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ബംഗളൂരുവിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കോളേജ് ക്യാമ്പസിനുള്ളിലെ ശുചിമുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ആൺകുട്ടികളുടെ ശുചിമുറിയിൽ വെച്ചാണ് സംഭവം നടന്നത്. 5ാം സെമസ്റ്റർ ജൂനിയർ വിദ്യാർത്ഥിയെ ഹനുമന്ത് നഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 10-നാണ് സംഭവം നടന്നത്. FIR പ്രകാരം 7ാം സെമസ്റ്ററിൽ ബിടെക് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിക്ക് 3 മാസമായി പ്രതി ജീവൻ ഗൌഡയെ അറിയാമായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് പ്രതി വിദ്യാർത്ഥിനിയെ വിളിക്കുകയും ആർക്കിടെക്ചർ ബ്ലോക്കിന് സമീപം വരണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥിനിയെ ഇയാൾ നിർബന്ധിച്ച് ചുംബിക്കുകയും പുരുഷന്മാരുടെ ശുചിമുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും വാതിൽ പൂട്ടുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ തകർത്ത് കളയുകയും പ്രതി ചെയ്തു. ഒക്ടോബർ 15-നാണ് വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകിയത്. ഗുരുദത്ത ഗനിക രാജ്ബി ഷെട്ടി ചിത്രം ജുഗാരി ക്രോസ് ടീസർ പുറത്ത്. ഗുരുദത്ത ഗനിക ഒരുക്കുന്ന ജുഗാരി ക്രോസിൽ നായകനായി രാജ് ബി ഷെട്ടി. പ്രശസ്ത എഴുത്തുകാരൻ പൂർണ്ണചന്ദ്ര തേജസ്വിയുടെ ജനപ്രിയ നോവലായ ജുഗാരി ക്രോസ് അടിസ്ഥാനമാക്കി അതേ പേരിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ ടീസർ പുറത്ത്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ചിത്രത്തിൽ ആരാണ് നായകനായി എത്തുക എന്നറിയുവാനുള്ള ആകാംക്ഷയിലായിരുന്നു സിനിമാ പ്രേമികൾ. ടീസറിലൂടെയാണ് ചിത്രത്തിലെ നായകനായി രാജ് ബി ഷെട്ടി എത്തുമെന്ന വിവരം പുറത്തുവിട്ടത്. ഗുരുദത്ത ഗനിക ഫിലിംസിന്റെ ബാനറിൽ സംവിധായകൻ ഗുരുദത്ത ഗനികയാണ് ചിത്രം നിർമ്മിക്കുന്നത്. രാജ് ബി ഷെട്ടിയും ഗുരുദത്ത ഗനികയും ഒന്നിച്ച ആദ്യ ചിത്രമായ കരാവലിയുടെ റിലീസിന് മുൻപ് തന്നെ ഈ കൂട്ടുകെട്ടിൽ അടുത്ത ചിത്രമായ ജുഗാരി ക്രോസ് ആരംഭിച്ചിരിക്കുകയാണ്. ഷേവ് ചെയ്ത തല, ഒഴുകുന്ന രക്തം, ചുവന്ന രത്നക്കല്ലുകൾ എന്നിവ ഉൾപ്പെടുന്ന ശ്രദ്ധേയമായ ദൃശ്യങ്ങൾ
ടീസർ വലിയ ആകാംക്ഷയാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗംഭീര പശ്ചാത്തല സംഗീതവും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ആകാംക്ഷയും ആവേശവും ഇരട്ടിയാക്കുന്നു. തന്റെ വ്യത്യസ്തമായ സിനിമാ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഏറെ ശ്രദ്ധ നേടുന്ന രാജ് പി ഷെട്ടി സൂ ഫ്രം സൂയിലെ ഗുരുജിയായി പ്രേക്ഷകരെ ആകർഷിക്കുകയും കരാവലിയിലെ കാളകൾക്കൊപ്പമുള്ള അഭിനയത്തിലൂടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ജുഗാരി ക്രോസിന്റെ ശക്തമായ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന അദ്ദേഹം കരിയറിലെ ഒരു സുപ്രധാന നീക്കമാണ് ഇതിലൂടെ നടത്തുന്നത്. ഒരേ സംവിധായകനൊപ്പം തുടർച്ചയായ ചിത്രങ്ങൾ ചെയ്യുന്നത് രാജ് പി ഷെട്ടിക്ക് ഈ സംവിധായകനിലും അദ്ദേഹത്തിന്റെ സംഘത്തിലുമുള്ള വിശ്വാസവും കാണിച്ചു തരുന്നു. കരാവലിയുടെ ചിത്രീകരണം ഇതിനോടകം പൂർത്തിയായതിനാൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ജുഗാരി ക്രോസിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സംവിധായകൻ ഗുരുദത്ത. കരാവലിയിൽ പ്രവർത്തിച്ച ഛായാഗ്രാഹകൻ അഭിമന്യു സദാനന്ദനാണ് ജുഗാരി ക്രോസിന്റെ ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സച്ചിൻ ബസ്രൂറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. ബാക്കിയുള്ള അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തും. PRO ശബരി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹരിയോം വാൽമീകിയുടെ കുടുംബത്തെ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി. സർക്കാർ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് രാഹുൽ. ഉത്തർപ്രദേശ് റായ്ബറേലിയിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ദളിത് യുവാവ് ഹരിയോം വാൽമീകിയുടെ കുടുംബത്തെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. UP ഗവൺമെന്റ് യുവാവിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ കാണരുതെന്ന് അവരോട് നിർദ്ദേശിച്ചുവെന്നും സന്ദർശന ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുടുംബം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവർക്കെതിരെയാണ് കുറ്റകൃത്യം നടന്നത്. എന്നാൽ അവരെ കുറ്റവാളികളായി പരിഗണിക്കുകയാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാൻ പോലും അവർക്ക് അനുവാദമില്ല. അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും എന്നെ കാണരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്ന് കുടുംബം എന്നോട് വെളിപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ഹ്രസ്വചിത്രം എ നൈഫ് ഇൻ ദ മൂൺ ലൈറ്റ് സർഗ, സുദേവ് ഘോഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡോക്ടർ മനോജ് കോലോത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹ്രസ്വചിത്രമാണ് എ നൈഫ് ഇൻ ദ മൂൺ ലൈറ്റ്. പോക്സോ അതിജീവിത അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും 18ഓളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.